ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് എങ്ങനെ നല്ലൊരു വൻപയർ മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയെടുക്കാം എന്നാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ വൻപയർ മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പയറൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വൻപയറാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 200 ഗ്രാം അളവിലുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്, കുതിർത്തെടുത്തിട്ടില്ല. കുതിർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ കുതിർത്തും നമുക്ക് തയ്യാറാക്കാവുന്നതാണ് മെഴുക്ക് പുരട്ടി. എങ്കിൽ പിന്നെ തലേ ദിവസമേ വെള്ളത്തിലിട്ട് ഒരു 6-7 മണിക്കൂർ ഒന്ന് കുതിർത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ പയർ വേകാനും ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാവുന്നതാണ്. 1 കപ്പ് പയറിന് 1.5 കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം ഇതിലേക്ക് എടുക്കുന്നത്. കൂടെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പുമാണ്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം 3 വിസിൽ വരാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ പയർ കുതിർത്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നതെങ്കിൽ ഒരേ ഒരു വിസിൽ വന്നാൽ മതിയാവും, 3 വിസിൽ എടുക്കരുത്. ഇപ്പോൾ ഇതിൽ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതോടെ തന്നെ തുറക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതിലെ കംപ്ലീറ്റ് പ്രഷർ ഇങ്ങനെ ഇരുന്നൊന്ന് പോകട്ടെ, അതിനുശേഷം മാത്രം നമുക്കൊന്ന് തുറക്കാം. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ നമ്മുടെ ഈ പയറെല്ലാം ഇപ്പോൾ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴും ആ കുറച്ചൊരു വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്ക് ഒരു അരിപ്പയിലേക്കൊന്ന് വാർന്ന് മാറ്റാവുന്നതാണ്. ഇതുപോലെ നല്ല രീതിക്ക് നമ്മുടെ പയറെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർക്കാവുന്നതാണ്. നമ്മുടെ കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ പിന്നെ വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. 4 വലിയ വെളുത്തുള്ളി അല്ലി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. ഇതിനോടൊപ്പം തന്നെ 10 ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. സവാള ചേർക്കരുത് കേട്ടോ, ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. നമ്മുടെ ചെറിയുള്ളിയും ചേർത്ത് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നന്നായിട്ട് ചെറിയുള്ളിയെല്ലാം ഒന്ന് വഴണ്ട് കിട്ടട്ടെ. ഇപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് ഇതിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഇനി വേണ്ടത് ഒരല്പം കറിവേപ്പിലയാണ്. കൂടെ 1 ടീസ്പൂൺ ചതച്ച വറ്റൽമുളകും കൂടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുത്താൽ ഉടൻ തന്നെ നമുക്കിതിലേക്ക് പയർ ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ പയറും ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പയർ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഒരുപാട് സമയത്ത് വേവിക്കണം എന്നുള്ള ആവശ്യമില്ല. കുറഞ്ഞ ഫ്ലെയിമിൽ ഏകദേശം ഒരു 1-2 മിനിറ്റോളം നമുക്കൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഉറപ്പായിട്ട് ഇതുപോലെ ഒരു മെഴുക്ക് പുരട്ടി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.